അഹങ്കാരം കാണിക്കാണോ നീ? മര്യാദക്ക് വലത്തെ കൈകൊണ്ട് കൊടുക്കടി. അതിലൊന്നും കാര്യമില്ല. ഞാൻ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്നെ അനുസരിക്കൊന്നുമില്ല. അതിലും ഭേദം ഞാൻ തന്നെ എന്റെ ഹസ്ബൻഡിന് കോഫി ഉണ്ടാക്കി കൊണ്ടുവരുന്നല്ലേ. ഐശ്വര്യ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ പറഞ്ഞ ഇവിടുത്തെ ജോലിക്കാർ കേൾക്കില്ലെന്നോ? അത്രയ്ക്ക് അഹങ്കാരമുള്ള ആരാ ഇവിടെ ഉള്ളത്? വേറെ ആരാ? നിങ്ങളുടെ അനിയന്റെ ഫേവറേറ്റ് വേലക്കാരി ഉണ്ടല്ലോ, അവള് തന്നെ. നീ ചിന്നുനെയാണോ ഉദ്ദേശിച്ചത്? അല്ലാതെ വേറെ ആരാ? സാറിന്റെ അനിയനാണല്ലോ. അവൾക്ക് ഓരോ ഫംഗ്ഷനും നല്ല വില കൂടിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതും, അവൾക്ക് വേണ്ടി കോളേജിൽ നാടകം കളിക്കുന്നതും, അവളുടെ ഡ്രൈവറായിട്ട് എന്നും അവളെ കോളേജിലേക്ക് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതും എല്ലാം. അതും ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള അവളുടെ യാത്ര ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാ. അപ്പോഴെല്ലാം ഈ വീട്ടിലെ ഇളയ മരുമകളുടെ തലയെടുപ്പാ അവൾക്ക്. മഹിയുടെ ഭാര്യയാവാൻ പോകുന്നതിന്റെ ട്രയലാ അവള് നടത്തുന്നത്. ഇപ്പൊ തന്നെ അവളുടെ വിചാരം ഈ വീടും സ്വത്തുക്കളെല്ലാം അവളുടെ കൈപ്പടിയിലാണെന്നാ. ഐശ്വര്യ കാട് കയറി ചിന്തിക്കുവാണെന്നാ എന്റെ സംശയം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. മനസ്സിലായില്ല. ദക്ഷ ഒരു പാവം ആയതുകൊണ്ടാ കോളേജിലേക്കുള്ള ഇവരുടെ ലവ് ട്രിപ്പ് കണ്ടിട്ടും കണ്ടില്ലാന്ന് നടിക്കുന്നത്. മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഇവിടെയുള്ളവരെല്ലാരും വിവരം അറിഞ്ഞേനെ. അവള് ഹോം മിനിസ്റ്ററുടെ മകളായിട്ടും ക്ഷമിക്കുക, സഹിക്കുക. പക്ഷെ ഇവിടെ മാത്രം എല്ലാരും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കിയ. എന്റെ പൊന്നു ഭാര്യയെ, നീ വളച്ചു കെട്ടാതെ കാര്യം ഇങ്ങോട്ട് പറ. ഈ മുഖവരെയും മറ്റും ഒന്ന് ഒഴിവാക്കാൻ നോക്ക്. എങ്കി ഞാൻ പറയാൻ പോകുന്നത് എന്റെ ഭർത്താവ് കുറിച്ചു വെച്ചോ. ദക്ഷയുമായിട്ടുള്ള മഹിയുടെ വിവാഹം നടക്കാൻ ഇവിടത്തെ വേലക്കാരിയായി ചിന്നു അനുവദിക്കില്ല. അതിനു മുന്നേ അവള് നിങ്ങളുടെ അനിയനെ തട്ടിയെടുത്ത് സ്വന്താക്കിയിരിക്കും. നീ കാര്യമായിട്ടാണോ പറയുന്നേ? അല്ലാതെ പിന്നെ ഇത് തമാശ പറയാനുള്ള വിഷയമല്ലല്ലോ. സാറിന്റെ അനിയനെ എന്റെ സ്വന്തം അനിയനായി ഞാൻ കാണുന്നോണ്ടാ ഞാൻ ഈ മുന്നറിയിപ്പെല്ലാം പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇവിടെയുള്ളവർക്ക് കൊള്ളാം. എനിക്ക് സാറിനോടല്ലേ എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റൂ. അമ്മയോടൊന്നും ഇത്ര സ്വാതന്ത്ര്യം എടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഓരോ ദിവസം ചെല്ലുന്തോറും നീ എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെയുള്ളവരെല്ലാം നീ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്. നിന്നെ അമ്മ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ടും അവരുടെ മകൻ വഴിതെറ്റിപ്പോവാതിരിക്കാനും ഈ കുടുംബത്തിന്റെ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാനും നീ ശ്രമിക്കുന്നു. ഐ എം പ്രൗഡ് ഓഫ് യു. യു ആർ ഗ്രേറ്റ്. ഈ അപ്രിസിയേഷനിലും കോംപ്ലിമെന്റ്സിലൊന്നും വലിയ കാര്യമില്ല. ഈ കാര്യത്തില് സാർ എന്ത് നടപടിയാ എടുക്കാൻ പോകുന്നെന്നാ എനിക്കറിയേണ്ടത്. പറയാം. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. എന്റെ ഐശ്വര്യക്ക് ഈക്വലായിട്ട് ഈ വീട്ടിൽ മരുമകളായിട്ട് ഒരു മന്ത്രിയുടെ മകൾ വരുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ നിനക്ക് ഈക്വലായി ഒരു വേലക്കാരി വരുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഈ കാര്യം അമ്മയോട് വളരെ സീരിയസ് ആയിട്ടൊന്ന് സംസാരിക്കാം. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമ്മയാണല്ലോ. ഞാൻ പറഞ്ഞ അതിന്റെ ഗൗരവത്തോടെ അമ്മ കാണുമെന്നാ എന്റെ വിശ്വാസം. പ്രത്യേകിച്ച് ഇത് മഹിയുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യമല്ലേ. അമ്മ വേണ്ടത് ചെയ്യാതിരിക്കില്ല. ഇവിടെ രമാദേവിയെക്കാളും നിങ്ങളെക്കാളും ഒക്കെ ചിന്നുവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്നുള്ളത് എന്റെ ആവശ്യ, എന്റെ മാത്രം ആവശ്യ. തൽക്കാലം നിങ്ങൾ പോലും ഇതറിയുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്. ചിന്നു എന്ന ശല്യം ഒഴിഞ്ഞു പോവാണെങ്കിൽ പൊക്കോട്ടെ. പിന്നെ ചില മന്ത്രിമാർക്കൊക്കെ കംപ്ലൈന്റ് കാണും. അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഏയ്,
ഇവരാരാണെന്നാ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? ട്രേയിൽ കൊണ്ടുവന്ന കോഫി അങ്ങനെ തന്നെ വച്ച് നീട്ടുകയാണോ? ട്രേയിലല്ല, ഓരോരുത്തർക്കായി കപ്പ് കയ്യിലെടുത്തു കൊടുക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് എല്ലാവർക്കും കോഫി എടുത്തു കൊടുക്കാൻ. ഏയ്, അതിഥികൾക്ക് ഇടത് കൈകൊണ്ട് കോഫി എടുത്തു കൊടുക്കുന്നു. അഹങ്കാരം കാണിക്കാണോ നീ? മര്യാദയ്ക്ക് വലത്തേ കൈകൊണ്ട് കൊടുക്കടി. അതിലൊന്നും കാര്യമില്ല. പറഞ്ഞത് കേട്ടില്ലേ? തന്നെ പിടിക്കടി, പിടിക്കാൻ. വേണ്ട, ഞാൻ എടുത്തോളാം. ചിന്നു, ഗസ്റ്റുകളെ കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പണിയെടുപ്പിച്ച് നീ എന്നെ അപമാനിക്കുന്നു. ഇതൊന്നും വച്ചു പോർപ്പിക്കില്ല ഞാൻ. ആന്റി, കല്യാണി നിങ്ങൾക്കൊരു വേലക്കാരി ആയിരിക്കാം, പക്ഷേ എന്നോടൊപ്പം കോളേജിൽ പഠിക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റാ.